അജ്ഞാനമൂലഹരണം ജന്മകർമ്മനിവാരകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദകം പിബേത്. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തരശത ഗുരുനാമാവലിയിലെ 25ഉം 26ഉം മന്ത്രങ്ങളാണ് ഇന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. സർവജ്ഞായ നമഃ. സർവശക്തായ നമഃ. ഇത് രണ്ടുമാണ് മന്ത്രങ്ങൾ. 25ാമത്തെ മന്ത്രമാണ് ഓം സർവജ്ഞായ നമഃ. അപ്പോൾ സർവജ്ഞനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. സർവജ്ഞൻ എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്നവൻ എന്നാണ് നമ്മളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അറിയാൻ വയ്യാത്തതായിട്ട് അവിടെ യാതൊന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾക്കറിയാൻ കഴിയും, ഗുരുവിന് അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഗുരു പരമാത്മ ചൈതന്യമാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം അറിയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. പൂർണ്ണനായിരിക്കുന്ന ഒരാൾ മാത്രമല്ല, അത് ഈശ്വരനാണ്. ആശാൻ മഹാകവി കുമാരനാശാനും ഗുരുവിനെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, വേദാഗമസാരങ്ങൾ അറിഞ്ഞ അങ്ങ് ഒരുവൻ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗുരുസ്തവത്തിൽ. അപ്പം അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ഇവിടെ നമ്മൾ സർവവും അറിഞ്ഞത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെയൊക്കെ അറിവ് എന്താണ്? നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ? ഒരുപാട് അറിവുകളുള്ളവരാണ് മനുഷ്യർ ഓരോന്നും. പക്ഷെ അതുകൊണ്ട് നമ്മളെ സർവജ്ഞൻ എന്നാരും വിശേഷിപ്പിക്കുന്നില്ല. കാരണം നമ്മൾക്കറിയാവുന്നത്, നമ്മളുടെ അറിവ് അല്ലെങ്കിൽ നമ്മളുടെ ജ്ഞാനം എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ ലൗകിക വ്യവഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിനെന്തൊക്കെ അറിയണം എന്നുള്ളൊരു അറിവാണ് നമ്മൾക്കെല്ലാവർക്കും ഉള്ളത്, അതായത് മനുഷ്യരായ നമ്മൾക്കുള്ളത്. അപ്പം സർവവും അറിയണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് എന്താണ്? എന്തോ ഒരു ശക്തി, അതായത് ഇവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിന്ന് പോകുന്നതിന് സഹായകമായിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് ആധാരമായിരിക്കുന്ന, അതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഒരു ശക്തി. ആ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് സർവവും അറിഞ്ഞവനാകുന്നത്, സർവജ്ഞനാകുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജ്ഞാനം, അതായത് എന്താണോ സകലത്തിനും അധിഷ്ഠാനമായിരിക്കുന്നത് എന്താണോ അതെന്താണെന്ന് ഗുരു മനസ്സിലാക്കി. ഗുരുവിൻ്റെ ബോധത്തിൽ അത് ഉറച്ചു. അപ്പോഴാണ് ആ ഗുരു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതായത് എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണത്തെ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആണ് സർവജ്ഞനാകുന്നത്. അപ്പോൾ സകലത്തിനും ഒരു കാരണമുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾക്കറിയാം, സ്വർണ്ണാഭരണങ്ങളെ നോക്കുമ്പോൾ അതിന് അധിഷ്ഠാനമായിരിക്കുന്ന സ്വർണ്ണമാണ്. മൺപാത്രങ്ങളെ നോക്കുമ്പോൾ അതിന് അധിഷ്ഠാനമായിരിക്കുന്നത് മണ്ണാണ്. അതുപോലെ ഓരോന്നും നമ്മളെടുത്ത് നോക്കുമ്പോൾ സകലത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണഭൂതമായിരിക്കുന്നത് എന്താണോ അതിനെ അറിഞ്ഞു കഴിയുമ്പോഴാണ് സർവവും അറിഞ്ഞവനാകുന്നത്. അതായത് നമ്മൾക്ക് ഉപനിഷത്തിൽ കാണാമല്ലോ, ചാന്തോക്യ ഉപനിഷത്തിൽ ഉദ്ദാലക മഹർഷി മകനായ ശ്വേതകേതുവിനോട് ചോദിക്കുന്നത് അല്ലേ, അവൻ 12 വർഷങ്ങളോളം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിനയമില്ലാതെ കയറി വരുന്ന മകനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തറിഞ്ഞാലാണ് എല്ലാം അറിഞ്ഞതായിട്ട് തീരുന്നത്? ആ വിദ്യ നീ പഠിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അതെന്നെ പഠിപ്പിച്ചില്ല, ഗുരു എന്നെ പഠിപ്പിച്ചില്ല എന്നാണ് മകൻ പറഞ്ഞത്.
അപ്പം ആ എല്ലാം അറിയുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് സർവജ്ഞനായി തീരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുരുവിനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഇത് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഗുരുവിനെ നമ്മൾ ഗുരുവിൻ്റെ ജീവചരിത്രത്തിലൂടെയൊക്കെ വിശദമായിട്ട് കടന്നു പോകുമ്പോൾ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി കിട്ടുന്നതാണ്. അപ്പം ഇവിടെ ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നതിനുള്ള ആദ്യ കാരണമായിരിക്കുന്ന ആ തത്വം എന്താണ്, അല്ലെങ്കിൽ ആ ചൈതന്യം എന്താണ്, അപ്പം അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ സർവവും അറിഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ സർവവും അറിഞ്ഞ ഒരാളെ നമ്മൾക്ക് സർവജ്ഞൻ എന്ന് പറയാം. അങ്ങനെ സകലതും അറിഞ്ഞ, യാതൊന്നും ബാക്കിയില്ലാതെ അറിഞ്ഞ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അപ്പോൾ അങ്ങനെ എല്ലാം അറിഞ്ഞ് സർവജ്ഞനായിരിക്കുന്ന ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം അർപ്പിക്കുകയാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ ഈ മന്ത്രത്തിലൂടെ ഓം സർവജ്ഞായ നമഃ എന്ന്. 26-ാം മന്ത്രം ഓം സർവശക്തായ നമഃ എന്നാണ്. അപ്പം സർവശക്തനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പം നേരത്തെ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ പൂർണ്ണമായിട്ടുള്ളൊരു ജ്ഞാനമുള്ളത് ഈശ്വരന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും പറയാം, സർവശക്തനായിരിക്കണമെങ്കിൽ അത് ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ സർവജ്ഞനാകുന്നതും സർവശക്തനായിരിക്കുന്നതുമെല്ലാം ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രീമദ് ചൈതന്യ സ്വാമികൾ ശ്രീനാരായണ പരമഹംസദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്ന 2 മന്ത്രങ്ങളാണിത്. ഗുരുവിന് ഏറ്റവും നന്നായി യോജിക്കുന്ന 2 മന്ത്രങ്ങളാണിത്. അപ്പോൾ സർവജ്ഞനും സർവശക്തനുമാണ് ഗുരു, സംശയമൊന്നുമില്ലാതെ നമ്മൾക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശക്തി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കറിയാം, ശക്തി എന്ന് പറയുമ്പോൾ അവൻ നല്ല ശക്തിമാനാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. അപ്പോൾ കായിക ശക്തിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കായിക ശക്തി അത് വേറെ. മറ്റ് സർവവും, അതായത് എല്ലാം നടപ്പാക്കാനായിട്ട്, എല്ലാം ആവിഷ്കരിക്കാനായിട്ടുള്ളൊരു ശക്തി വേറെയുണ്ട്. അപ്പോൾ ആ ശക്തി വിശേഷത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഗുരുവിനുള്ള 2 പ്രത്യേകതയാണ് ഈ 2 മന്ത്രങ്ങളും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനെയും അറിയുന്നതും എല്ലാത്തിനെയും അറിഞ്ഞ് സർവജ്ഞനായിട്ടിരിക്കുന്നതും സർവശക്തനായിട്ടിരിക്കുന്നതും ഗുരു തന്നെ. കാരണം ഗുരു ഈശ്വര സ്വരൂപിയാണ്, സംശയമൊന്നുമില്ലാത്ത ഒരു കാര്യം തന്നെ. അപ്പോൾ ഗുരുവിന് സർവജ്ഞനാണ്, എല്ലാം അറിയാം എന്ന് നമ്മൾ പറയുമ്പോൾ അത് അറിഞ്ഞ് ഉള്ളിലിരുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം ആ അറിവ് അത് പ്രയോജനപ്പെടുത്തണം, അത് മറ്റുള്ളവരിലേക്കും കൂടി പകർന്നു കൊടുക്കണം. അതല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയ ഗുരു ആ രീതിയിലുള്ള കർമ്മങ്ങളാണ് ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിൽ നടപ്പാക്കിയത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം പ്രയോജനത്തിൽ എത്തപ്പെടാതെ, അത് ആർക്കെങ്കിലും ഉപകരിക്കാൻ സാധിക്കാതെ, അത് ഒരാൾ സമ്പാദിച്ച് വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആവിഷ്കരിക്കുന്നതിന് ഉള്ള ഏറ്റവും ശക്തമായ ഒരു ശക്തി അത് ഗുരുവിലുണ്ടായിരുന്നു. അതായത് ഈ അറിവ് ആവിഷ്കരിക്കുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അതിന് ക്രിയാശക്തി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ആ ക്രിയാശക്തി വേണ്ടുവോളം ഗുരുവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുവിന് സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞിട്ട്, ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞിട്ട് താൻ അനുഭവിച്ച ആ ആനന്ദം, അല്ലെങ്കിൽ ആ തത്വം, ആ ഈശ്വര തത്വം എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു നന്നായിട്ട് പ്രവർത്തനം ചെയ്താണ്, നന്നായിട്ട് കഷ്ടപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക്
അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞ ആ ജ്ഞാനത്തെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്ത് മറ്റുള്ളവരെയും ജ്ഞാനിയാക്കി മാറ്റുന്നതിന് ശ്രമിച്ച ഗുരുവിന് സമഗ്രമായിട്ടുണ്ടായിരുന്ന ആ ക്രിയാശക്തി, അത് ഗുരുവിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഗുരു അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്ന, അപ്പം നമ്മൾ അതൊരു കഴിവ് തന്നെയാണ്. സത്യത്തിൽ അതൊരു ശക്തി തന്നെയാണ്. കാരണം നമ്മൾക്കിപ്പോൾ പല കാര്യങ്ങളും അറിയാം. അത് മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മളത് ശ്രമിച്ചാൽ അത് വിജയിക്കണമെന്നില്ല, മറ്റുള്ളവരത് സ്വീകരിക്കണമെന്നുമില്ല. അപ്പം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വളരെ നിഷ്പ്രയാസം ഗുരുവിനത് സാധിക്കുകയും ചെയ്തു. അത് സ്വീകരിക്കുന്നതിനും ലക്ഷോപലക്ഷം ജനങ്ങൾ കാതോർത്തും മനസ്സ് അതിന് തയ്യാറാക്കിയും അതായത് ഗുരുവിൻ്റെ ഭക്തരിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അതിന് തയ്യാറായിട്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ്, ഗുരു സമ്പാദിച്ച ജ്ഞാനം പ്രായോഗികമാക്കാൻ കഴിയുന്നൊരു മഹാശക്തി ഉള്ളിൽ അടങ്ങിയിരുന്ന ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളെന്ന് നമ്മൾക്ക് പറയാം. അപ്പം വെറുതെ അതായത് ഇപ്പം വേദാന്തമാണെങ്കിലും മറ്റെന്താണെങ്കിലും മറ്റേതറിവാണെങ്കിലും അപ്പം ഇവിടെ എല്ലാ വിധത്തിലുള്ള അസ്വാതന്ത്ര്യവും അനാചാരങ്ങളും അവശതകളും എല്ലാം അനുഭവിച്ചിരുന്ന ആ മനുഷ്യവർഗത്തെ അവിടെ നിന്നും ഉയർത്തിക്കൊണ്ട് വന്ന് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തത് ഗുരു തന്നെയാണ്. അപ്പോൾ അവിടെ ആത്മജ്ഞാനം മാത്രമല്ല ഗുരു പകർന്നു നൽകാൻ ശ്രമിച്ചത്. നമ്മൾക്കറിയാം, പഞ്ചശുദ്ധികളും പഞ്ചധർമ്മങ്ങളും പഞ്ചയജ്ഞങ്ങളും ഒക്കെ ഗുരു എല്ലാവരും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഗുരുവാണ്. അപ്പോൾ ആത്മജ്ഞാനം സിദ്ധിക്കണമെങ്കിൽ ഇത് നമ്മൾക്ക് ശ്രേയസ്സും പ്രേയസ്സുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? പ്രേയസ്സില്ലാതെ ശ്രേയസ് കൊണ്ട് മാത്രം എന്ത് ഗുണം? ശ്രേയസ്സില്ലാതെ പ്രേയസ്സില്ലാതെ ശ്രേയസ്സും ശ്രേയസ്സില്ലാതെ പ്രേയസ്സും പൂർണ്ണമാകുന്നില്ല സത്യത്തിൽ. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കോയിൻ്റെ രണ്ട് വശം എന്ന വണ്ണമാണ് കരുതിപ്പോരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു നല്ല സംസ്കാരമുള്ള, അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ച് തന്ന രീതിയിൽ അനുകമ്പയോട് കൂടിയുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ശ്രേയസ്സും പ്രേയസ്സും ഒപ്പം വേണം. അപ്പം അതുകൊണ്ട് പ്രേയസ്കരമായിട്ടിരിക്കുന്നതിനുള്ള കാര്യങ്ങളും ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നു, ശ്രേയസ്കരമായിട്ടിരിക്കുന്നതിനുള്ള കാര്യങ്ങളും ഗുരു നമ്മൾക്ക് ഉപദേശിച്ചു തന്നു. നമ്മളെ അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഗുരു വേണ്ടുവോളം പരിശ്രമിച്ചതാണ്. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഗുരു അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് ഗുരു സർവശക്തനാകുന്നത്. അപ്പോൾ പലരും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനുമൊക്കെ മുന്നോട്ടിറങ്ങിയാലും അവിടെയൊക്കെ തോൽവി സംഭവിച്ച് പിന്മാറുന്ന ഒരു കാഴ്ചയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഗുരു ഇവിടെ ചെയ്ത എന്താണ്? ഗുരുവിന് ലഭിച്ച, ഗുരു മരുത്വാമലയിൽ തപസ് ചെയ്ത് അവിടെ നിന്ന് ആർജിച്ച ആ തപോശക്തിയാണ് ഗുരു മറ്റുള്ളവർക്ക് ആ തപോശക്തിയാൽ ഗുരുവിന് മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തപശക്തി ആർജിച്ച് കഴിഞ്ഞിട്ട് അത് ആർജിക്കുക തന്നെ അപ്പോഴാണ് സർവജ്ഞനായത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സർവജ്ഞനായത്. ആ ഗുരു നമ്മൾക്കത് നമ്മളിലേക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഗുരു തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സർവശക്തനായിരിക്കുന്ന മറ്റൊരു യോഗീശ്വരനെ കാണുവാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഗുരുവിന് തുല്യം ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിന് പകരം, അതുപോലൊരു ഗുരുവിനെ പകരം വയ്ക്കാൻ നമ്മൾക്ക് ഈ ഭാരതവർഷത്തിലില്ല. ഗുരു അതുല്യനാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഗുരു, അങ്ങനെ എല്ലാം അറിയുന്നവനും അറിയുന്നവൻ ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്, അവരെയും കൂടി ശക്തരാക്കുന്നതിന്, അവരെയും കൂടി ജ്ഞാനിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും വേണ്ടുന്ന ക്രിയാശക്തി
ഉൾക്കൊണ്ടിരിക്കുന്നവനുമായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അങ്ങനെയുള്ള സർവശക്തനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗുരു സർവജ്ഞനാണ്, സർവശക്തനാണ്. അപ്പോൾ എന്താണ് മന്ത്രങ്ങൾ? ഓം സർവജ്ഞായ നമഃ, ഓം സർവശക്തായ നമഃ. അപ്പോൾ ഈ 2 മന്ത്രങ്ങളിലെ ചെറിയ വിവരണം ഇതാണ്. എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും മഹാഗുരു ഈ ജ്ഞാനം പകർന്നു തരുവാനുള്ള അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.